ആന്റി പേടിപ്പിക്കാനായിട്ട് പറയുന്നതല്ല. എന്താ കെവിൻ, അവന്റെ മരണത്തെ കുറിച്ച് പോലും ഇത്ര നിസ്സാരമായിട്ടാണോ സിദ്ധു ചോദിക്കുന്നത്? ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രമോദം നമ്മുടെ കെവിൻ വന്ന് പ്രഭാവതിയുടെ അടുത്ത ഒടുവിലാ ഞെട്ടിക്കുന്ന വാർത്ത അറിയിക്കുകയാണ്. എന്താണത്? നമ്മുടെ നന്ദൻ മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് നമ്മുടെ പ്രഭാവതി അറിയിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രഭാവതി ആകപ്പാട് ഞെട്ടിത്തകർന്ന് നിൽക്കുന്നുണ്ട്. ശേഷം ഇക്കാര്യം നമ്മുടെ സിദ്ധാർത്ഥനോട് പറയുമ്പോൾ സിദ്ധാർത്ഥന് ഭയങ്കര ഒട്ടും സീരിയസ് അല്ലാത്ത രീതിയിലാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, സ്വന്തം മകന്റെ മരണത്തെ പറ്റിയാണോ സിദ്ധു ഇത്ര ലാഘവത്തോടുകൂടി സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി അലമുറയിട്ട് കരയാൻ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ നമ്മുടെ രജനിയാണെങ്കിൽ ഗിരീഷ് മാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ അനിയന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് വല്ലാതെ അത് പറയുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവികയാണെങ്കിലും നമ്മുടെ ശാരീരം അടുത്ത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുവാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട് എന്നും പറഞ്ഞ് ശാരീരം അടുത്ത് യാത്ര പറഞ്ഞ് നമ്മുടെ ദേവിക അത്യാവശ്യമായിട്ട് എങ്ങോട്ടേക്കോ സീരിയസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക? മിക്കവാറും നന്ദൻ ഇനി തിരികെ വരത്തൊന്നുമില്ല. കാരണം നന്ദൻ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ സൂര്യ ടി വിയിലാണെന്ന് തോന്നുന്നു, നന്ദൻ പുതിയൊരു സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും നന്ദൻ ഈ ഒരു സീരിയലിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി നന്ദനായിട്ട് അഭിനയിക്കുന്ന ആളെ ഈ ഒരു സീരിയലിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിത്തിരിവാണ് അവരവിടെ അത് സൃഷ്ടിച്ചത്. അപ്പം ഇനി നായകനില്ലാത്ത നമ്മുടെ സുഗമോ ദേവി എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം കേട്ടോ. കാത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.